ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്നാഗ്രഹിച്ച സ്വപ്നഭവനം യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് കയ്പമംഗലം സ്വദേശിനി ഷൈനി എന്ന വീട്ടമ്മ. ചന്ദ്രാപിന്നി ചിറക്കൽ മഹൽ മജ്ലിസുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റിയാണ് വിഷു കൈനീട്ടമായി ബൈത്തുന്നൂർ ഭവനം നിർമ്മിച്ചു നൽകിയത്. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൂടെ ഒരു നാടിനാകെ മാതൃകയായ ചന്ദ്രാപിന്നി ചിറക്കൽ മഹൽ മജ്ലിസുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ബൈത്തുന്നൂർ ഭവന പദ്ധതിയിലെ 9ാമത്തെ വീടാണ് ഷൈനിക്ക് വിഷു കൈനീട്ടമായി ലഭിച്ചത്. 2 പെൺമക്കളടങ്ങുന്ന നിർധന കുടുംബമായിരുന്നു ഷൈനിയുടേത്. ഭർത്താവ് സുധാകരൻ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. പെൺമക്കളെ വിവാഹം കഴിച്ചയച്ചതോടെ വർഷങ്ങൾ പഴക്കമുള്ള ചെറിയ വീട്ടിൽ ഷൈനി തനിച്ചായി. കാറ്റിലും മഴയിലും വീടിൻ്റെ ഓരോ ഭാഗം തകർന്നു വീഴുമ്പോഴും യാതൊരു പരിഭവങ്ങളുമില്ലാതെ ഷൈനി വീടിന് കാവലിരുന്നു. ഇക്കഴിഞ്ഞ മഴയിൽ വീടിൻ്റെ ഒരു മുറിയൊഴികെ ബാക്കി ഭാഗം നിലം പൊത്തി. അതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്കും മറ്റും അയൽവാസികളെ ആശ്രയിക്കേണ്ട ഗതികേടിലായി. പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകിയെങ്കിലും നീണ്ട കാത്തിരിപ്പായിരുന്നു ഫലം. ഇതിനിടയിലാണ് ചന്ദ്രാപിന്നി ചിറക്കൽ മഹൽ മജ്ലിസുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഷൈനി അപേക്ഷ സമർപ്പിക്കുന്നത്. എനിക്ക് അങ്ങനെ ആരും പറഞ്ഞിട്ട് ആരും എനിക്കൊന്നും ചെയ്തു തരാൻ ഇല്ല. എൻ്റെ സഹോദരന്മാർ അവർക്ക് തന്നെ അവർ തന്നെ ഒരു ഇതിനെ ജീവിക്കുന്നത്. അപ്പോൾ ആരും അങ്ങനെ ഇല്ലാണ്ടായ ഇതിൽ ഞാൻ അവരോടൊന്ന് പറഞ്ഞു, എനിക്ക് എങ്ങനെ വീട് കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരൊക്കെ സഹായത്തിൽ എനിക്ക് ഇങ്ങനെ വീടുണ്ടാക്കി തന്നത് ഞാൻ നന്ദി പറയുന്നു. ഭയങ്കര ബുദ്ധിമുട്ടില്ല ഞാൻ ഈ വീട്ടിൽ ജീവിച്ചത്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്കെന്നും അസുഖവും അങ്ങനെയൊക്കെ ആയിട്ട്, എന്നാലും വീട് എനിക്ക് ഇത് കിട്ടിയാൽ എനിക്ക് നന്ദി അവരോട് തന്നെ, ഇവരോടും ദൈവത്തോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഷൈനിയുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി കുറച്ചു മാസങ്ങൾ പിന്നിട്ടപ്പോൾ ലൈഫ് ഭവന പദ്ധതിയുടെ ആനുകൂല്യവും ഷൈനിയെ തേടിയെത്തി. ഈ തുക കൂടി ഉൾപ്പെടുത്തിയാണ് കോർഡിനേഷൻ കമ്മിറ്റി പുതിയ വീട് ഷൈനിക്ക് നിർമ്മിച്ചു നൽകിയത്. 600 ചതുരശ്ര അടിയിൽ 10 ലക്ഷത്തോളം രൂപ ചിലവിട്ടാണ് വീട് നിർമ്മിച്ചത്. വീട് യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷത്തിലാണ് ഷൈനി. ലളിതമായി നടന്ന ചടങ്ങിൽ ഇ.ടി. ടൈസൺ MLA വീടിൻ്റെ താക്കോൽ ഷൈനിക്ക് കൈമാറി. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പണ്ട് KPSC നാടകം ഗാനത്തിലൊന്നും ഒരു പ്രധാനപ്പെട്ട പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്ര തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറയുന്നൊരു വാചകം പ്രധാനമാണ്. പ്രത്യേകിച്ച് അമ്മയുടെ കാര്യം മനസ്സിലാക്കിയപ്പോൾ പെൺകുട്ടികൾ കൂടി ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ വല്ലാതെ അമ്മ വേവലാതിപ്പെടാൻ സാധ്യതയുണ്ട്. വേറെ ഒന്നുകൊണ്ടല്ല, കൊച്ചു കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികളെ സുരക്ഷിതമായി ഒക്കെ താമസിപ്പിക്കുക നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരമ്മയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും വളരെ സുരക്ഷിതമായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വീട് ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. അത് വിഷുവൊക്കെ ഉള്ള സമയത്ത് വളരെ സന്തോഷപൂർവ്വം. ബൈത്തുന്നൂർ ചെയർമാൻ ഷുക്കൂർ പുളിന്ധറ അധ്യക്ഷനായി. മജ്ലിസുന്നൂർ അമീർ ഹാഫിൽ ഡോക്ടർ അഹമ്മദ് നൌഫൽ റഹ്മാനി മുഖ്യപ്രഭാഷണം നടത്തി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, ചിറക്കൽ മഹൽ പ്രസിഡന്റ് മുഹമ്മദ് മാണിയത്ത്, സെക്രട്ടറി യൂസഫ് അന്താറത്തറ, ജോയിന്റ് സെക്രട്ടറി അഷ്റഫ് പുതിയ വീട്ടിൽ, പഞ്ചായത്ത് അംഗം ജിനൂബ് അബ്ദുറഹ്മാൻ, സിറാജ് വലിയകത്ത്, മൂസാൻ പള്ളിപ്പറമ്പിൽ, ഹനീഫ ചുങ്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഇത് എൻ്റെ അയൽവാസി കൂടിയായിട്ടുള്ള ഷൈനി ചേച്ചിക്കാണ് കൈമാറുന്നത്. നമ്മളെ 8ാമത്തെ വീട് പണി തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഷൈനി ചേച്ചിയുടെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ആ ആപ്ലിക്കേഷൻ പരിഗണിക്കുകയും 9ാമത്തെ വീട് ഷൈനി ചേച്ചിക്കായിട്ട് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 8ാമത്തെ വീട് കഴിഞ്ഞ് ഷൈനി ചേച്ചിയുടെ വീടിൻ്റെ പരിപാടി തുടങ്ങുമ്പോഴാണ് ഷൈനി ചേച്ചിക്ക് ഒരു ഭാഗ്യം പോലെ പഞ്ചായത്തിൽ നിന്നും ഒരു പഞ്ചായത്തിൻ്റെ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ലൈഫിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു വിവരം കൂടി കിട്ടുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ആ പൈസ കൂടിയിട്ട് നിങ്ങൾക്ക് തരാം, അത് കൂടിയിട്ട് ഇപ്പോൾ എൻ്റെ വീടൊന്നും കൂടെ ഒന്ന് നല്ല രീതിയിൽ പണിത് തരാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഏകദേശം 10-10.5 ലക്ഷം റുപ്യോളം ചിലവാക്കിയിട്ട് 600 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ളൊരു വീടാണ് ഇപ്പോൾ ചേച്ചിക്ക് പണിത് കൊടുത്തിട്ടുള്ളത്.